2 കോടി ആവശ്യപ്പെട്ട മന്ത്രിക്ക് 40 ലക്ഷം കൊടുത്തു എന്ന് സരിത. മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. അല്ല ഗഫൂർക്ക, മന്ത്രിക്ക് വേണേൽ ഒരു പരാതി കൊടുത്തൂടെ സരിതക്കെതിരെ? അതെന്തിനാടോ? പറഞ്ഞു പറ്റിച്ചതിന് 2 കോടി കൊടുക്കാന്ന് പറഞ്ഞ് ആകെ 40 ലക്ഷം അല്ലേ കൊടുത്തുള്ളൂ. ബാക്കി പൈസ കിട്ടിയില്ലാന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തൂടേന്ന്. എടി വടക്കൂസേ, അത് കോയ വാങ്ങിയതാണെന്ന്. ഏത് കോയ? ആര്യയുടെ മന്ത്രി അല്ലേന്ന് പൈസ വാങ്ങിന്ന് പറഞ്ഞത്? അത് തന്നെ, ഇങ്ങനെ വാങ്ങിയ പൈസക്ക് കോയ വാങ്ങി എങ്ങനെ പറയാ? അതിന് കോയ അല്ലല്ലോ, പൈസ വാങ്ങിയത് ആര്യയുടെ മുഹമ്മദല്ലേ. അത് തന്നെയാണ് സൈത്താനെ പറഞ്ഞത്, ആര്യാണ് മന്ത്രി കോയ വാങ്ങിന്ന്. പിന്നെയും കോയ. ഈ കോയ ഇപ്പൊ എവിടുന്ന് വന്നതാ? കോയക്ക് 5 പൈസ കിട്ടിയില്ലെന്നാണല്ലോ പറഞ്ഞത്. എടി മോന്റെ, എന്റെ അങ്ങനെ ഹംസക്കോയന്റെ കാര്യല്ല ഇത്, കോഴ. ഹംസക്കോയ അല്ലാണ്ട് പിന്നെ ഏത് കോയ? മയ്യത്തായ എന്റെ വലിയ കാരണം ഒരു രസം കോയ നീ പൊടി വരാനായിരുന്നു. അല്ല, നിങ്ങൾ ഇത് കേട്ടോ? നിങ്ങൾക്കറിയോ കാരപ്പറമ്പത്ത് അസംകോയെന്ന് പറഞ്ഞ ആരേനു? എന്റെ വലിയ കാരണവരല്ലേ. അത് മാത്രല്ല, ഒരു കാലത്ത് നാട് വിറപ്പിച്ച ഒരു നാടുവാഴിയേനു. അതൊക്കെ നമ്മള് സമ്മതിച്ച്. നമ്മള് പറഞ്ഞ എന്താ വെച്ചാല്, കോയാന്ന് വെച്ച കൈക്കൂലി, കോയാ സമം കൈക്കൂലി. ശരി, അപ്പൊ എല്ലാ കോയമാരും കൈക്കൂലിക്കാരാന്നാ പറഞ്ഞു വരണല്ലേ? ഇത് നമ്മൾ പൊറുക്കൂല. ഓ തൊള്ള പൂട്ടന്റെ പൊന്നു തൂറാവിയെ, ഇത് ശ്രദ്ധിച്ച് കേക്ക്. ഈ കൈക്കൂലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് കോഴാന്ന് പറയൂ, മനസ്സിലായി എനിക്ക്? ഓ അങ്ങനെ, കൈക്കൂലിക്ക് നമ്മളെ നാട്ടിൽ പറയുന്ന ഒരു വാക്കാണ് കോയ. ഇപ്പൊ മനസ്സിലായി. പഠിച്ചോനെ, ഈറ്റാല് വിവരത്തിനാണ് നമ്മളെ കെട്ടിയോളാക്കി തന്നത്. അല്ല ഗഫൂർക്ക, ഈ കൈക്കൂലിക്ക് നമ്മളെ നാട്ടില് കോയാന്നാ പറയുന്നതെങ്കില് കേരളത്തിന്റെ തെക്ക് ഭാഗത്തൊക്കെ കൈക്കൂലിക്ക് നായര് എന്നാണോ പറയാ?